ഹായ് ഓൾ, ഇറ്റ്സ് തേഴ്സ്ഡേ മോർണിംഗ്. നമ്മുടെ ഇന്നത്തെ ലഞ്ച് മെനു കണ്ടാലോ? ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് ചെമ്മീൻ റോസ്റ്റാണ്. അപ്പോൾ ഉള്ളികളൊക്കെ ഇന്നലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചെമ്മീനും ഇന്നലെ തന്നെ നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പം പാൻ വെച്ചിട്ട് ഉള്ളികളും ഇഞ്ചിയും ഒക്കെ വഴച്ചെടുക്കുന്നുണ്ട്. കൂടെ കറിവേപ്പിലയും കൂടി ചേർക്കണം കേട്ടോ. പിന്നെ വെളിച്ചെണ്ണയിൽ തന്നെ വഴച്ചെടുക്കണേ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കണം. പിന്നെ തക്കാളിയും ചേർക്കുക, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത് മാത്രം ചേർത്താൽ മതി കേട്ടോ. വേറെ ഒരു മസാലപ്പൊടിയും ചേർക്കണ്ട. ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് പാകാകുമ്പോഴേക്ക് നമ്മുടെ ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് അവിടെ വാർക്കുന്നുണ്ട്. ചെമ്മീൻ ഫ്രൈ ഒക്കെ നമുക്ക് വേഗം എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റില്ലേ, പക്ഷെ നന്നാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ ഒരു പാനിലേക്ക് ചോറ് ഇടുകയാണ്. അപ്പോൾ ചൂടുള്ള ചോറ് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇതൊരുപാട് ടേസ്റ്റാണ്. ഇതെല്ലാവരും കഴിക്കുന്നതായിരിക്കും. നമ്മൾ ചട്ടിയിലൊക്കെ ചോറിട്ട് കഴിക്കില്ലേ, അപ്പോൾ ഇവിടെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പിന്നെ കുറച്ച് പോർഷൻ ഞാൻ ഈ ചോറ് ഇതിൽ നിന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. നല്ല ചൂടുള്ള ചോറ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണേ. കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ഇതിലേക്ക് ഇടായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ ഈസി പീസി കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും അല്ലേ. കാരണം കുറച്ച് തോരനോ തൈരോ അല്ലെങ്കിൽ അച്ചാറോ ഒക്കെ മതിയാവുമല്ലോ. അപ്പം നമ്മുടെ പണികളൊക്കെ വേഗം കഴിയും. പിന്നെ ഈ ഫുൾ ചോറും ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യുന്നില്ല കേട്ടോ. കാരണം ഇത് തന്നെ നല്ല സ്പൈസിയാണ്. അപ്പം നമുക്ക് ചോറ് വിളമ്പുമ്പോൾ ഇതും പിന്നെ കുറച്ച് നമ്മുടെ പ്ലെയിൻ റൈസും കൂട്ടിയിട്ടാണ് ഞാൻ വിളമ്പിയത്. അപ്പോൾ ഇതാ മീൻകറി കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മീൻകറിയുടെ റെസിപ്പി അച്ചു ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ചു ഞാൻ വേഗം തന്നെ ഈ ഒരു റെസിപ്പി ഇടാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അവിടെ നമ്മുടെ കല്ലുമ്മിൽ 2 മാന്തൽ പൊരിച്ച് കിടക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇന്നലെ രാത്രി 2 പൊരിച്ചിട്ടുണ്ട്, ബാക്കി 2 ഇത്. അപ്പോൾ ഇതെനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. കാരണം ഇഷ്ടമല്ല മീൻസ് ഇതിനേക്കാളും ഇഷ്ടമുള്ള ആൾക്കാർ, ഇത് എന്നെക്കാളും ഇഷ്ടമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും അവർ കഴിച്ചോട്ടെ. അപ്പോൾ ഇന്നത്തെ ഉപ്പേരി വെണ്ടയാണ്. അപ്പോൾ ഈ വെണ്ട ചെറിയ മക്കളുടെ അടുത്ത് പറയാണ് കേട്ടോ. ചെറിയ മക്കളെന്ന് പറഞ്ഞാൽ നമ്മുടെ കുക്കിംഗ് പഠിച്ച് വരുന്നവരുടെ അടുത്ത് പറയുകയാണേ. നമ്മുടെ ഈ വെണ്ട ഒന്ന് നടുകെ ചീന്താണ് കേട്ടോ. കാരണം അതിൽ പുഴു ഉണ്ടാവേ. പിന്നെ നമ്മുടെ ഈ പച്ചക്കറികളൊക്കെ അരിഞ്ഞിട്ടതിന് ശേഷം കഴുകാൻ പാടില്ലേ, കാരണം അതിൻ്റെ വിറ്റമിൻസൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ ഇത് അരിഞ്ഞിട്ടതിന് ശേഷം കടുക് വറവിട്ടിട്ട് അതിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഇതിൽ ഇത്തിരി മഞ്ഞളും ഉപ്പും പിന്നെ നമ്മുടെ കായ്മുളക് ക്രഷ് ചെയ്തിട്ടില്ലേ അതുകൂടിയാണ് ചേർക്കുന്നത്. ഇങ്ങനെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു വെളുത്തുള്ളി എടുത്തിട്ട് കുത്തിയിട്ട് ഇതിലേക്ക് ചേർത്താൽ നല്ല ഫ്ലേവറായിരിക്കും. ഇതൊക്കെ ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമ്മൾ കിച്ചണിൽ കയറിപാടുള്ള മക്കളുണ്ടാവില്ല, ഒന്നും അറിഞ്ഞൂടാത്ത പോലെ ഉള്ള. ഞാനൊക്കെ പണ്ട് അങ്ങനെയായിരുന്നു. അമ്മേനെ വിളിച്ചിട്ടാണ് ചോദിക്കുക അതെങ്ങനെ ഉണ്ടാക്കേണ്ടത്. കുറേ ഫ്ലോപ്പിൽ നിന്നാണ് നമുക്ക് നല്ല നല്ല റെസിപ്പീസൊക്കെ കിട്ടുന്നത്. ഈ വെണ്ടയ്ക്കൊന്നല്ല, നമ്മൾ സാധാരണ നമ്മളിപ്പോൾ എന്തുണ്ടായാലും ഒരു കുറച്ച് പാചകം കുറച്ചൊന്ന് അറിയുന്ന ആൾക്കാർ എന്തുണ്ടാക്കിയാലും അങ്ങനെ അങ്ങ് മോശമാവില്ല. അതാണ് എൻ്റെ ഒരു അനുഭവത്തിലുള്ള ഒരു കാഴ്ചപ്പാട്. അതായത് നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യണം. നമ്മൾ എന്ത് കാര്യങ്ങളാണെങ്കിലും ഇഷ്ടത്തോടെ മനസ്സറിഞ്ഞ് ചെയ്യണം. അതേത് കാര്യമാണെങ്കിലും നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് അയ്യോ ഇന്നെന്തെല്ലാം പണിയെടുക്കണം എന്നും വിചാരിച്ചിട്ട് മടിയോട് കൂടിയിട്ടൊക്കെ എഴുന്നേറ്റാൽ അന്നത്തെ ദിവസം പോക്കാണ്. പിന്നെ ഈ ഫോണും നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നോക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ എല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഫോൺ എടുക്കേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾ ഒന്ന് ലൈഫിൽ ഒന്ന് ആഡ് ചെയ്ത് നോക്കിക്കോട്ടോ. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മൾ വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഒക്കെ പിന്നെ യൂട്യൂബും ഒക്കെ നോക്കും. അത് നോക്കൽ അവിടെ നിർത്തിക്കോട്ടോ. നിർത്തിയാൽ നല്ലതായിരിക്കും, നമുക്ക് നല്ല പോസിറ്റിവിറ്റി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം എന്തായാലും ഫോളോ ചെയ്യണം. ഇതിനിടയിൽ തേങ്ങാ ചമ്മന്തി ഞാൻ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വെണ്ടക്കുപ്പേരി കൂടി പാകമായിട്ടുണ്ട്. അതും ഒരു പാത്രത്തിലേക്ക് ഇട്ട് സെറ്റ് ചെയ്ത് വെക്കും. അങ്ങനെ ഇന്നത്തെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഗ്യാസും സ്റ്റാൻഡും ഒക്കെ തുടച്ച് വൃത്തിയാക്കണം. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പൂരിയും മുട്ട പൊരിച്ചതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അങ്ങനെ വീടൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് അടുക്കളയും വൃത്തിയാക്കിയിട്ട് ക്ലാസ്സിലേക്ക് പോകുന്നു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.